IPL താരലേലത്തിൽ 25 കോടി മുടക്കി ടീമിലെത്തിച്ച് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ കാമറൂൺ ഗ്രീനിനെ മുംബൈ ഇന്ത്യൻസിനെതിരായ നിർണായക മത്സരത്തിൽ ബൗളിംഗിന് നിയോഗിക്കാത്തതിൽ വിശദീകരണവുമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരം അജിങ്ക്യ രഹാനെ. 220 റൺസ് എന്ന കൂറ്റൻ സ്കോർ പ്രതിരോധിക്കുന്നതിൽ കൊൽക്കത്ത പരാജയപ്പെട്ടതോടെയാണ് ഗ്രീനിനെ പന്തേൽപ്പിക്കാത്ത മാനേജ്മെന്റ് തീരുമാനം ചോദ്യം ചെയ്യപ്പെട്ടത്. മത്സരശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ വർക്ക് ലോഡ് മാനേജ്മെന്റ് പോളിസിയാണ് ഇതിന് പിന്നിലെന്ന് രഹാനെ വെളിപ്പെടുത്തി. വരാനിരിക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങൾ കണക്കിലെടുത്ത് ഗ്രീനിന്റെ ബൗളിംഗിൽ ചില നിയന്ത്രണങ്ങൾ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. താരത്തിന്റെ ഫിറ്റ്നസ് നിലനിർത്തുന്നതിനായി ചില മത്സരങ്ങളിൽ മാത്രം പന്തെറിയാനാണ് നിർദ്ദേശമെന്നും രഹാനെ കൂട്ടിച്ചേർത്തു. 25.20 കോടി രൂപയ്ക്ക് KKR സ്വന്തമാക്കിയ ഗ്രീൻ 18 റൺസാണ് ബാറ്റിംഗിൽ നേടിയത്. ഓൾറൗണ്ടർ താരമെന്ന നിലയിൽ ടീമിലെത്തിച്ച ഗ്രീൻ ബൗളിംഗ് ചെയ്യാത്തത് കൊൽക്കത്തയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ഓന്ദ്രെ റസലിന് പകരക്കാരനെ തേടുന്ന കൊൽക്കത്ത ഒരു ഓൾറൗണ്ടർ താരത്തെ ലക്ഷ്യമാക്കിയാണ് താരലേലത്തിൽ വൻ തുകയ്ക്ക് ഗ്രീനിനെ സ്വന്തമാക്കിയത്. എന്നാൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഇത്തരത്തിലൊരു നിർദ്ദേശം വെച്ചതോടെ കോടികൾ വെറുതെ കളഞ്ഞെന്ന അവസ്ഥയിലാണ് കൊൽക്കത്ത. നേരത്തെ സീസണിന് മുൻപായി കൊൽക്കത്തയുടെ സ്റ്റാർ ബൗളറായ ഹർഷിക് റാണ ടൂർണമെന്റിൽ നിന്നും പുറത്തായിരുന്നു. യുവതാരങ്ങളായ വൈഭവ് അറോറ, കാർത്തിക് ത്യാഗി, ബ്ലെസ്സിംഗ് മുസരബാനി എന്നിവരാണ് നിലവിൽ കൊൽക്കത്തയുടെ പേസ് ആക്രമണത്തെ നയിക്കുന്നത്. ബൗളർമാരുടെ അസാന്നിധ്യത്തിൽ കാമറൂൺ ഗ്രീൻ മുഴുവൻ മത്സരങ്ങളിലും പന്തെറിയില്ല എന്നുള്ളത് കൊൽക്കത്തയെ ബാക്ക് സീറ്റിലാക്കിയിരിക്കുകയാണ്.